ഹലോ ഫ്രണ്ട്സ്, മഴത്തോരു മുമ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ആൻ്റപ്പൻ ചേട്ടനും പൗലോസും ബൈജുവും കൂടെ നേരെ മാർക്കറ്റിലേക്ക് പോവുകയാണ് കേട്ടോ, വലിയൊരു ലിസ്റ്റും കൊണ്ട്. ആ സമയത്താണ് അലീന അങ്ങോട്ട് വരുന്നത്. അപ്പോൾ അലീന എങ്ങോട്ട് പോകുന്നു എന്ന് ചോദിക്കും. മാർക്കറ്റിൽ പോകുന്നു, ഞാനും കൂടെ വരട്ടെ എന്നൊക്കെ ചോദിക്കുകയാണ്. വേണ്ട, ഞങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വരാം, അത് കുഴപ്പമില്ല എന്നൊക്കെ പറയാം കേട്ടോ. എന്തായാലും ഞങ്ങൾ സാധനങ്ങളെല്ലാം വാങ്ങി വരട്ടെ, എന്നിട്ട് എല്ലാം കാണിക്കുകയും പറയുകയൊക്കെ ചെയ്യാമെന്ന് പറയുന്നുണ്ട്. ശരി, അങ്ങനെയെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ എന്നും പറയാം കേട്ടോ. എന്താ ഇത്ര വെപ്രാളം എന്ന് നമ്മുടെ ആൻ്റപ്പൻ ചോദിക്കുമ്പോൾ, അതെ അത് എനിക്ക് വാങ്ങിച്ചോണ്ട് തന്നിട്ടെ, പെട്ടെന്നൊരു സ്ഥലം വരെ പോവേണ്ടതാ, എനിക്ക് ഒരാളുടെ കുഞ്ഞിൻ്റെ മാമോദിസ ഉണ്ട്, അതിന് പോകണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് നമ്മുടെ പൗലോസ്. ആരാന്നൊക്കെ ഇങ്ങനെ ആരപ്പം ചോദിക്കുന്നത്. എൻ്റെ അപ്പൻ്റെ എന്ന് പറയാം കേട്ടോ. ദേഷ്യം വന്നിട്ട്, അപ്പൻ്റെയോ? അപ്പൻ്റെ മോൻ്റെ കുഞ്ഞു മോൻ്റെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് തടി തപ്പണുണ്ട് കേട്ടോ. പൗലോസിന് ദേഷ്യം വന്നിട്ട് വയ്യ. ശരി, എന്നാൽ പിന്നെ ഞങ്ങൾ പോയിട്ട് വരാം കുഞ്ഞെ. ശരി, നിങ്ങൾ പോയിട്ട് വാ എന്നും പറയണം. അവർ പോകണം കേട്ടോ. അലീനയ്ക്കാണെങ്കിൽ ഒരു വല്ലാത്ത സംശയം അപ്പം തന്നെ തോന്നിയിട്ടുണ്ട്, ഈ പൗലോസിൻ്റെ ഈ സംശയം. അലീനയെ അങ്ങോട്ട് കയറി പോവാണ്. പോകുന്ന വഴിക്ക് നമ്മുടെ ആൻ്റപ്പനോട് പുറകെ ഇരുന്നുകൊണ്ട് പൗലോസ് ചോദിക്കണം, എന്താണ് ആൻ്റപ്പ ചേട്ടാ ഒരു വെപ്രാളം, ഇരിപ്പുറയ്ക്കുന്നില്ലേ? അല്ലടാ, എനിക്ക് ചെറിയൊരു സംശയമുണ്ട്, എന്തുകൊണ്ടാവും നമ്മൾ ലിസ്റ്റൊക്കെ എടുത്ത് വന്നപ്പോഴേ അലീന കുഞ്ഞ് ചോദിച്ചത്? ഓ, അതാണോ ആൻ്റപ്പ ചേട്ടന്? എന്ത് ലിസ്റ്റിൻ്റെ കാര്യം? നല്ല വാങ്ങിക്കുന്ന സാധനങ്ങളുടെ ലിസ്റ്റൊക്കെ ചോദിച്ചില്ലേ അലീന, അതിൻ്റെ കാര്യത്തെക്കുറിച്ച് ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ ഉടനെ പൗലോസ് പറയാം, ഓ അതാണോ കാര്യം? അതൊന്നും ഇത്ര ആലോചിക്കാൻ എന്തിരിക്കുന്നു, ഞാൻ പറഞ്ഞുതരാം കാര്യങ്ങളൊക്കെ. ബൈജു, നീ വഴി നേരെ നോക്കിപ്പോ. പൗലോസ് ഞാൻ കാര്യം പറഞ്ഞുതരാം. അവൾക്ക് ആള് കഴിക്കണം, അത്രയേ ഉള്ളൂ. അടുക്കള കയറി അവള് അടുക്കള കൈകടത്തി. ഇനി എവിടേക്ക് കയറി വെട്ടാൻ പറ്റുമോ, എവിടേക്ക് കയറി ആള് കളിക്കാൻ പറ്റുമോ, ഇതൊക്കെയാണ് അവളുടെ ഉന്നം. ആ പറഞ്ഞതിന് ഒരു സാധ്യതയൊക്കെ ഉണ്ട് എന്ന് ബൈജുവും പറയാം. അപ്പോൾ ആൻ്റപ്പം പറയുന്നുണ്ട്, ഇതൊന്നും അല്ല പൗലോസേ, വേറെ എന്തോ വിഷയമുണ്ട്, അതല്ലാതെ വേറൊന്നും അല്ല. എന്നായാലും നിങ്ങളൊക്കെ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ്. പൗലോസ് പറയുന്നുണ്ട്, നമുക്ക് നോക്കാം, എന്തായാലും തലയൊന്നും വെട്ടി കളയത്തില്ലല്ലോ. അതൊക്കെ ശരി തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് സ്റ്റാൻലി വീട്ടിൽ റെസ്റ്റ് എടുക്കുന്ന സമയത്ത് റീത്താമ്മയുടെ ആ ഒരു പള്ളിയുടെ അവിടെ നിന്നുകൊണ്ട് അഞ്ചലിലെ വികാരി അച്ഛൻ ഫോണിൽ സ്റ്റാൻലിയെ വിളിക്കാനാട്ടോ. അപ്പോൾ സ്റ്റാൻലി ഫോൺ നോക്കുമ്പോഴത്തേനും പരിചയമില്ലാത്ത നമ്പറാണ്. ഹലോ, ആരാണ് വിളിക്കുന്നത്, നിങ്ങൾ ആരാ സംസാരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ അഞ്ചലിൽ നിന്നാണ്, ഇവിടുത്തെ പള്ളിയുടെ വികാരി അച്ഛനാണ്. ഓ, അത് ശരി. അപ്പോൾ പഴയ ആൾ മാറിയോ, പുതിയ ആളാണോ? പഴയ ആൾ മാറിയിട്ട് 1 വർഷം ആയില്ലേ, ഞാനിപ്പോൾ പുതിയ ആൾ തന്നെയാണ്. എന്നാലും സ്റ്റാൻലി ഇതൊന്നും അറിയുന്നില്ലല്ലേ? അത് ശരി. അപ്പോൾ പള്ളിയിലൊന്നും വരാറില്ല, അതുകൊണ്ടാണല്ലേ? അതാണ് കാര്യം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ സ്റ്റാൻലി പറയുന്നുണ്ട്, ഞാനും ദൈവവും തമ്മിൽ നേരിട്ടാണ് ഇടപാട്. ഇടയ്ക്ക് കമ്മീഷൻ അടിക്കുന്ന ദല്ലാൾമാരൊന്നും ഞാൻ നിർത്താറില്ല. ഞാൻ ചോദിക്കുന്നു, ദൈവം തരുന്നു, ദൈവം ചോദിക്കും, ഞാൻ കൊടുക്കും. ചോദ്യവും ഉത്തരവും മാത്രമാണ് കൊടുക്കലും വാങ്ങലും. ക്യാഷിൻ്റെ ഏർപ്പാടൊന്നും ഞങ്ങൾ തമ്മിലില്ല. അപ്പം വികാരി അച്ഛൻ പറയുന്നുണ്ട്, ദൈവം പള്ളിയിലുണ്ട്, ദിവ്യകാരി അച്ഛനിലും ഭക്തജനലിലും പള്ളിയിലും ഒക്കെ ഉണ്ട്, തോണിലും തുരുമ്പിലും ഒക്കെ ഉണ്ടെന്നല്ലേ പറയുന്നത്. അതൊക്കെ ഇരിക്കട്ടെ, ഫാദർ എന്തിനാ ഇപ്പോൾ വിളിച്ചത്? പള്ളി എന്തെങ്കിലും പണിയുന്നുണ്ടോ, പിരിവ് എന്തെങ്കിലും ഉണ്ടോ? അതൊന്നുമല്ല സ്റ്റാൻലി ജോസഫ്, എനിക്ക് താങ്കളെ ഒന്ന് കാണണം. ഒരാവശ്യമില്ലെങ്കിൽ പിന്നെ എന്തിനാ കാണുന്നത്? അല്ല, നമുക്ക് എന്തെങ്കിലുമൊക്കെ സംസാരിക്കാം, 5 മിനിറ്റ് ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം. അല്ല, സ്റ്റാൻലി ജോസഫിൻ്റെ വൈഫും കുട്ടികളും ഒക്കെ ഈ ഇടവകയിലെ കുട്ടികളല്ലേ? പിന്നെ പൊളിക്കൽ കൂട്ടായ്മയിൽ വളരെ സജീവമായി പ്രവർത്തിക്കുന്ന ഒരു അംഗമാണ് എൽസമ്മ. ഫാദർ പറഞ്ഞു വരുന്നത് എങ്ങോട്ടാണെന്നും എന്തിനാണെന്നും ഒക്കെ എനിക്ക് മനസ്സിലായി. ഫാദർ ഞാനുമായിട്ടൊരു കൂടിക്കാഴ്ച വേണം, അതാണ് ഒരു വിഷയം. അതെ, എനിക്ക് സ്റ്റാൻലി ജോസഫിനെ കാണണം. സൗകര്യമായിട്ടൊരു സമയം പറഞ്ഞ് ഞാൻ അങ്ങോട്ട് വരാം. ഇന്നും നാളെയൊക്കെ ഞാൻ ബിസിയാണ്. അത് കഴിഞ്ഞ് ഫാദർ ഇഷ്ടമുള്ള ഏത് ദിവസം വേണമെങ്കിലും ഇങ്ങോട്ട് വരാം, ഞാനിവിടെ ഉണ്ടാവും. സ്റ്റാൻലിക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ അല്ലേ? എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. തല്ല് പിടിക്കാനൊന്നും അല്ലല്ലോ ഫാദർ വരുന്നത്, സംസാരിക്കാനല്ലേ? സംസാരിക്കാം. ഓക്കെ, താങ്ക് യു, ഗോഡ് പ്ലസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഫാദർ ഫോൺ വെക്കാട്ടോ. സ്റ്റാൻലി കുറച്ച് ആശങ്കപ്പെട്ടിരിക്കുന്നുണ്ട്. മനസ്സിലായി. എൽസമ്മ ചെന്ന് ഫാദറിനോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അതിന് ഫലമായിട്ടാണ് ഇപ്പോൾ സംസാരിക്കാൻ വരുന്നതെന്നും അങ്ങനെ ഫാദറിനെ കാത്തിരിക്കാം എന്ന ഉദ്ദേശത്തോടുകൂടി സ്റ്റാൻലി ഇരിക്കുകയാണ്. പൗലോസ് സാധനങ്ങളെല്ലാം വാങ്ങി ഓരോന്നായിട്ട് കിച്ചണിലേക്ക് എടുത്ത് വയ്ക്കുന്നുണ്ട്. അലീന വന്ന് ചോദിക്കുന്നുണ്ട്, പൗലോസ് ഏട്ടാ എന്തൊക്കെയാണ് വാങ്ങിയത്? ഇവിടെയുള്ള സാധനങ്ങളെല്ലാം വാങ്ങി, ആവശ്യമുള്ളതെല്ലാം. എന്തൊക്കെയാണ് വാങ്ങിച്ചെന്ന് പറ, ലിസ്റ്റ് നോക്കണം, എന്നാലേ അറിയാൻ പറ്റൂ.
എന്നാൽ പിന്നെ ലിസ്റ്റ് എന്നെ കൂടെ ഒന്ന് കാണിച്ചേക്കണേ. ആ കാണിച്ചേക്കാം. അങ്ങനെ അലീന അങ്ങോട്ട് ചെന്ന് കൊണ്ടുവച്ചിരിക്കുന്ന വിക്ഷോപ്പറൊക്കെ ആദ്യം തുറന്നു നോക്കി. അതിനകത്ത് വാങ്ങിച്ച മുളക്, ഉള്ളി, മല്ലി ഇങ്ങനെയുള്ള ഓരോ സാധനങ്ങൾ പാക്കറ്റായിട്ട് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ഓരോന്നായിട്ട് എടുത്ത് പുറത്തേക്ക് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ബൈജു ആണെങ്കിൽ പുറത്ത് സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ പൗലോസ് അങ്ങോട്ട് വന്ന് പറയാ, എന്താടാ നീ ഇങ്ങനെയൊക്കെ നിൽക്കുന്നത്, വാടാ സാധനങ്ങളൊക്കെ ഇറക്കി വെക്കുക, സഹായിക്കുക. ഞാനിതൊന്ന് വലിച്ചു തീർത്തോട്ടെ പൗലോസെ, അത് കഴിഞ്ഞിട്ട് മതി. അപ്പോൾ പൗലോസ് പറയാ, എടാ ഭൂതം വന്ന് നിൽപ്പുണ്ട് അടുക്കളയിൽ. ആരാണ്? മറ്റവള്, കേണൽ സാറിൻ്റെ രഹസ്യപുത്രി. അവൾ എന്ത് ചെയ്യുന്നത്, എന്തൊക്കെ വാങ്ങിയെന്ന് അവൾക്കറിയണം. ഞാനൊരു കോപ്പും പറയാൻ ഉദ്ദേശിക്കുന്നില്ലടാ. പറയണ്ട, അല്ലെങ്കിൽ തന്നെ അവളെ ആരാ എന്നെ ക്വസ്റ്റ്യൻ ചെയ്യാനിട്ട്, എവിടെ നിന്ന് വന്നു, എവിടെ ആയിരുന്നു അവൾ? അവൾക്കിപ്പോൾ ലിസ്റ്റ് കാണണമെന്ന് കാണിച്ചു കൊടുക്കാൻ ഞാൻ. അവൾക്ക് നമ്മളെ സംശയം ഉണ്ടാവും പൗലോസേട്ടാ. ആ ആണെന്നാ തോന്നുന്നത്. ഞാനിവിടെ ഒരുത്തിയെ പേടിക്കാൻ ഉദ്ദേശിക്കുന്നില്ല പൗലോസേട്ടാ. അവൾക്ക് സംശയം ഉണ്ടെങ്കിൽ പൗലോസേട്ടാ സൂക്ഷിച്ചോ. പിന്നെ എനിക്കിവിടെ പേടിക്കാനിരിക്കുന്നു. നീ ഇങ്ങോട്ട് വാടാ, നീ സാധനങ്ങളെല്ലാം പിടിച്ചിറക്ക്. അങ്ങനെ വണ്ടിക്കകത്തിരുന്ന് ചാക്ക് കണക്കിനുള്ള കുറേ സാധനങ്ങളുണ്ട്. എല്ലാം വാരിക്കൊണ്ട് പൗലോസ് എടുത്ത് ബൈജുവിൻ്റെ കൈ കൊടുക്കണം. ബൈജു ഓരോന്നായിട്ട് വാങ്ങി താഴെ വെക്കുന്നുണ്ട്. അപ്പോൾ അലീന ചോദിക്കുന്നുണ്ട്, എല്ലാം എടുത്തു കഴിഞ്ഞോ അതോ ഇനിയുണ്ടോ? ആ എല്ലാം എടുത്തു കഴിഞ്ഞു. അപ്പോൾ ആൻ്റപ്പൻ അങ്ങോട്ട് വന്ന് ചോദിക്കുന്നുണ്ട്, ബൈജു ജീപ്പിൻ്റെ ഉപയോഗം കഴിഞ്ഞോ? ആ കഴിഞ്ഞു. എന്നാൽ പിന്നെ കഴുകി തുടച്ച് ഫ്രണ്ടിൽ കൊണ്ടിട്. ചിലപ്പോൾ കേണൽ സാറിന് തോട്ടത്തിൽ കൊണ്ടുപോകേണ്ടി വരുവേ, അതുകൊണ്ടാണ്. അപ്പോൾ ഉടനെ അലീന പറഞ്ഞിട്ട്, ആൻ്റപ്പ ചേട്ടാ കഴിഞ്ഞിട്ടില്ല, ഇപ്പോൾ തൽക്കാലം ആ ജീപ്പ് അവിടെ കിടന്നോട്ടെ. ആ എന്നാൽ പിന്നെ അങ്ങനെ മതി എന്ന് പറഞ്ഞിട്ട് ആൻ്റപ്പ ചേട്ടാ അങ്ങോട്ട് മാറി നിൽക്കാൻ കേട്ടോ. അലീന മൊത്തത്തിലൊന്ന് നോക്കുകയാണ്. ഒരു ഇഷ്ടം പോലെ സാധനങ്ങൾ ഇങ്ങനെ ചാക്ക് കണക്കിന് എന്തൊക്കെയാണ് ഇത്രയ്ക്ക് വാങ്ങിക്കൂട്ടിയിരിക്കുന്നത്. പൗലോസേട്ടാ, ഈ സാധനങ്ങൾക്ക് ക്യാഷ് നേരിട്ട് കൊടുത്തിട്ടാണോ അതോ ഓരോരോ കടകളിൽ പറ്റാണോ കൊടുക്കുന്നത്? മാസം തോറും ബില്ല് കൊടുക്കും, അതാണ്. ആ ബില്ല് എവിടെ കാണട്ടെ? ഇറച്ചിക്കടയിലും മീൻ കടയിലൊക്കെ എവിടെ കുഞ്ഞേ ബില്ല്? ആ അത് ശരി. എന്നാലും ഒരു തുണ്ട് കടലാസിലെങ്കിലും കുറച്ച് തരത്തില്ലേ? അല്ല കുഞ്ഞെ, പറ്റ് ബുക്കിലുണ്ട്, അതിലാണ് കുറിക്കുന്നത്. എന്നാൽ പറ്റ് ബുക്ക് കാണിക്കട്ടെ. അത് കടയില, അവരുടെ പറ്റ് ബുക്ക് നമുക്ക് തന്നു വിടത്തില്ല. അപ്പോൾ പെട്ടെന്ന് ബൈജുവിന് ചിരി വരുന്നുണ്ട് കേട്ടോ. ആൻ്റെ അപ്പനും ചിരി വരികയാണ്. അപ്പോൾ പൗലോസ് ചോദിക്കുന്നുണ്ട്, എന്തിനാടാ നീയൊക്കെ ചിരിക്കുന്നത്? അന്നേരം അലീന പറഞ്ഞിട്ട്, പൗലോസ് ഏട്ടൻ പറയുന്നത് മുഴുവനും തമാശയാണെന്ന് ഇവർക്ക് മനസ്സിലായി, അതുകൊണ്ടാണ് അവരത് ചിരിക്കുന്നത്. അതിന് ഞാനൊരു തമാശയും പറഞ്ഞില്ലല്ലോ. അല്ല, നമുക്ക് സ്വന്തമായിട്ട് അക്കൗണ്ട് ബുക്കൊന്നും ഇല്ലേ പൗലോസ് ഏട്ടാ? കടക്കാർക്ക് മാത്രമേ ഉള്ളൂ. നമുക്കുണ്ടല്ലോ. എന്നാൽ പിന്നെ കാണിച്ച് നോക്കട്ടെ. ഓടിപ്പോയി പൗലോസ് അലമാര തുറന്ന് ഒരു ബുക്ക് എടുത്തോണ്ട് വന്ന് അലീനേനെ കാണിക്കട്ടോ. ഇതാണ് അക്കൗണ്ട് ബുക്കെന്ന് പറഞ്ഞുകൊണ്ട് അലീന അതെല്ലാം തുറന്ന് മറിച്ചും ഒക്കെ നോക്കുകയാണ്. എന്നിട്ട് ചോദിക്കുന്നു, ഇന്നത്തെ കണക്കെന്തിയേ? അയ്യോ, ഇന്ന് ഞാൻ ബുക്ക് കൊണ്ടുപോയില്ല കേട്ടോ, മറന്നുപോയി. ആഹാ, അത് കൊള്ളാലോ. വാങ്ങിച്ച സാധനത്തിൻ്റെ കണക്ക് എഴുതണ്ടേ? കടയിലെ പറ്റ് ബുക്കിൽ എഴുതിയിട്ടുണ്ടേ. അവർ നമ്മളറിയാതെ ഒരു ഐറ്റം കൂടെ കൂട്ടിച്ചേർത്താലോ? അല്ല, അതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അത്ര വലിയ ഓർമ്മയാണെങ്കിൽ നമ്മുടെ അക്കൗണ്ട് ബുക്ക് എടുത്തുകൊണ്ട് പോയ പൗലോസ് ഏട്ടൻ എങ്ങനെ മറന്നുപോയി? അത് ഓർത്തില്ല. ആ കൊള്ളാം. വാങ്ങിച്ച സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ഓർത്തില്ലല്ലോ. ആ അല്ല, മറക്കുന്നതിന് മുന്നേ ഞാൻ പറ്റ് ബുക്കിൽ കുറിച്ച് വയ്ക്കും, ഉറപ്പ്. ഇന്നലെ എന്തെങ്കിലും വാങ്ങിച്ചായിരുന്നു? ആ വാങ്ങിച്ചു. ആ പറ്റ് ബുക്കിൽ കുറിപ്പിച്ചോ? ആ പറ്റ് ബുക്ക് കൊണ്ടുപോകാൻ മറന്നുപോയി അല്ലേ? എല്ലാം കൂടെ ഞാൻ നാളെ കുറിപ്പിച്ചോളാം. പൗലോസ് ഏട്ടാ, ഇതുവരെയുള്ളത് പോട്ടെ. നാളെ മുതൽ ഇതുവരെ പറ്റ് ബുക്കിൽ കുറിപ്പിക്കാത്ത ഒരൊറ്റ മുട്ട് സൂചി പോലും വാങ്ങിക്കരുത്. ബുക്ക് എടുക്കാൻ മറന്നുപോയാൽ ഇവിടെ വന്ന് തിരിച്ചെടുത്ത് കൊണ്ടുപോയിക്കൊള്ളണം, മനസ്സിലായോ? ബൈജു ചേട്ടനോടും കൂടെയാണ് പറഞ്ഞിരിക്കുന്നത്, കേട്ടല്ലോ. അപ്പോൾ അപ്പച്ചൻ അങ്ങോട്ട് വന്നിട്ട് ചോദിക്കണം, എന്താ മോളെ പ്രശ്നം? അതല്ല, ഇവർ വാങ്ങിയ സാധനങ്ങളുടെ കണക്ക് നോക്കുകയായിരുന്നു, അതാണ്. ആ അത് ശരി. അരി എത്ര കിലോ വാങ്ങി പൗലോസ് ഏട്ടാ? 30 കിലോ. പഞ്ചസാരയോ? അത് 5 കിലോ. പേനയില്ലേ? അപ്പോൾ തന്നെ ആൻ്റപ്പനോട്ടിനെ പേന എടുത്ത് ഇതാ കുഞ്ഞെന്ന് പറഞ്ഞ് കൊടുക്കാൻ കേട്ടോ. ആ പറ്റ് ബുക്കിലോട്ട് അലീന എഴുതാണ് ഓരോ ഐറ്റത്തിൻ്റെ വിലയും എന്തൊക്കെ സാധനങ്ങളാണ് വാങ്ങി വന്നതെന്നുമല്ല. പിന്നെ പൗലോസോട് പതുക്കെ ശബ്ദം കുറഞ്ഞു കേട്ടോ. കാരണം ഉരുളക്കിഴങ്ങ് 5 കിലോ, സവാള 5 കിലോ, ആട്ട 5 കിലോ എന്നൊക്കെ, അരിപ്പൊടി 5, അതെല്ലാം അലീന ഇങ്ങനെ എഴുതുകയാണ് കേട്ടോ. അപ്പോൾ എന്താടാ നിൻ്റെ ശബ്ദത്തിനൊരു മാറ്റം എന്നൊക്കെ നമ്മുടെ അപ്പച്ചൻ ചോദിക്കുകയാണ് കേട്ടോ. ഒന്നുമില്ല എന്ന് പൗലോസ്. എല്ലാം പറയണേ, ഒന്നും വിട്ട് കളയരുതേ എന്ന് വീണ്ടും അലീന പറയണ്ടാവനും. പൗലോസ് വാങ്ങിച്ച സാധനങ്ങളെല്ലാം നിരത്തി ഇങ്ങനെ എഴുതാണ്ട്, നിങ്ങളെല്ലാം പറയുന്നത് കൃത്യമാണോടാ എന്ന് ചോദിക്കാൻ കേട്ടോ. അപ്പം ഞങ്ങൾ ഇന്നേവരെ ഒരു കള്ളത്തരവും കാണിച്ചിട്ടില്ല എന്ന് അപ്പച്ചനോട് നമ്മുടെ ബൈജു പറയുന്നുണ്ട്. പൗലോസായിട്ട് പറ്റ് ബുക്ക് എടുത്തുകൊണ്ട് പോകാൻ മറന്നു, അതിൻ്റെ പേരിലാണ് ഇപ്പം ഈ പ്രശ്നം. അപ്പോൾ ഉടനെ തന്നെ കുട്ടിച്ചായനോട് പറഞ്ഞിട്ടുണ്ട് പൗലോസ്, ഇതൊക്കെ മനുഷ്യനെ ഒരുമാതിരി പട്ടിയാക്കുന്ന പരിപാടി കേട്ടോ, ഞങ്ങൾ അങ്ങനെയൊന്നും കള്ളത്തരമൊന്നും കാണിക്കത്തില്ല. അപ്പോൾ അപ്പച്ചൻ പറഞ്ഞിട്ടുണ്ട്, അലീന വെറുതെ ഒന്നും ചെയ്യത്തില്ല. ഇതേ പൗലോസെ, നിൻ്റെ ഗതി അധോഗതിയാണ്. എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ മോളെ എന്തായി? അതല്ല, ഇവർ തന്ന വിവരങ്ങളെല്ലാം എൻ്റെ കയ്യിലുണ്ടേ. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് കട വരെ ഒന്ന് പോകണം.
അവിടെ കൊണ്ട് ഈ ലിസ്റ്റ് വെച്ച് ഒന്ന് ചെക്ക് ചെയ്യണം, എല്ലാം കറക്റ്റാണോ എന്ന് നോക്കണമല്ലോ. വല്യപ്പച്ച, ഈ ഒരു അരി നോക്കിക്കേ, ഇതൊരു 30 കിലോ വരുന്നുണ്ടോ? കഷ്ടിച്ച് ഒരു 20 കിലോ വരും. എത്രയാടാ പൗലോ, നീ എത്രയാണ് വാങ്ങിച്ചത്? അത് 20 കിലോ ഉള്ളൂ. പിന്നെ ബാക്കി 10 കിലോ എവിടെ പോയി? ഇന്നലെ 10 കിലോ വാങ്ങിച്ചു, അതും കൂടെ ചേർത്താണ് ഇത് ഞാൻ 30 പറഞ്ഞത്. ഇന്നലെ 10 കിലോ വാങ്ങിച്ചിട്ട് ഇന്ന് 20 കിലോ വാങ്ങിച്ചോ? ഒറ്റ ദിവസം കൊണ്ട് ഇവിടെ 10 കിലോ അരി തിന്ന് തീർത്തോ? അരി തീർന്നിട്ടല്ല വാങ്ങിച്ചത്, ഫ്രഷ് അരി വന്നപ്പോൾ ഞാൻ വാങ്ങിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ ഇന്നലെ വാങ്ങിച്ച 10 കിലോ അരി എവിടെയായിരിക്കുന്നത്? എനിക്കതൊന്ന് കാണണം. അപ്പോൾ പൗലോസ് ചമ്മി നിൽക്കുക കേട്ടോ. അപ്പച്ചൻ പറഞ്ഞോണ്ട് ചോദിച്ചത് കേട്ടില്ലടാ, കാണിച്ചു കൊടുക്കടാ അങ്ങോട്ട്. പൗലോസ് ആണെങ്കിൽ തലയും ചൊറിഞ്ഞ് ആകെ പെട്ട് സ്റ്റോർ റൂം തുറക്കുവാണ് കേട്ടോ. എന്നിട്ട് അവിടെ ഇരിക്കുന്ന അരി എടുത്തുകൊണ്ട് വരിക. ഒന്നുമില്ല ആ പാത്രത്തിൽ, ആകെ ഇച്ചിരി അരി മാത്രമേ ഉള്ളൂ. അതങ്ങോട്ട് തുറന്ന് കാണിച്ചു കൊടുക്കണം. ഇതെന്താണിത്? ഇത് 2 കിലോ പോലും ഇല്ലല്ലോ. ബാക്കി 8 കിലോ ഇന്നലെ രാത്രി അത്താഴത്തിന് വെച്ച് തീർന്നോ പൗലോസ് ഏട്ടാ? ആര് തിന്നു ഈ 8 കിലോയും? ആരാ ഇവിടുത്തെ ഭീമസേനൻ? എൻ്റെ പപ്പയാണോ? ആൻ്റപ്പനൊക്കെ അന്തം വിട്ടു പോയി കേട്ടോ. പൗലോസ് ഏട്ടാ, എന്താ മിണ്ടാത്തത്? അപ്പോൾ എൻ്റെ കുട്ടിച്ചായം പറഞ്ഞിട്ടുണ്ട്, എടാ ബൈജു, നീ പറഞ്ഞാലും മതി. അവനാണെങ്കിൽ മറുപടിയില്ല. അല്ല, അരി വാങ്ങി എന്നുള്ളത് സത്യം തന്നെയാണ്. ഇനി അടുക്കളയിൽ കയറി ആരെങ്കിലും കട്ട് വാങ്ങിയെന്ന് അറിയത്തില്ല എന്ന് പൗലോസ്. കുട്ടിച്ചായം ചോദിക്കണം, ഇത്രയും വലിയ വീട്ടിൽ അരി മാത്രം കട്ടുകൊണ്ട് പോകാൻ ഒരു കള്ളം കയറിയോ? അതാരടാ അങ്ങനെ? അപ്പോൾ അരിക്കൊമ്പനായിരിക്കും എന്ന് നമ്മുടെ അലീന പറയാട്ടോ. ഇവിടെ മോഷണം നടന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ പപ്പയെ അറിയിക്കണ്ടേ പൗലോസേട്ടാ? അല്ല, കേണൽ സാറിനോട് ഇന്ന് വൈകിട്ട് പറയണമെന്ന് വിചാരിച്ചാണ്. ഇങ്ങനെ കിടന്ന് ഉരുളരുതേ. എന്തായാലും നമുക്ക് ഇതിനെല്ലാം ഒരു പരിഹാരം കണ്ടേ പറ്റത്തുള്ളൂ. ബാജു ചേട്ടാ, ഇതെല്ലാം എടുത്ത് ജീപ്പിലോട്ട് കയറ്റിക്കേ. അയ്യോ, അതെന്തിനാ? അപ്പോൾ കുട്ടിച്ചായം പറഞ്ഞിട്ടുണ്ട്, പറയുന്നത് കേട്ടാൽ മതി, ഇങ്ങോട്ട് ചോദ്യങ്ങളൊന്നും വേണ്ട. അല്ല, എല്ലാം കയറ്റണോ? വേണം, എല്ലാം കയറ്റണം അല്ലേ മോളെ? അതെ. പൗലോസിനോട്, പൗലോസേട്ടനെന്താ ഇത്ര മടി? എല്ലാ സാധനങ്ങളും ജീപ്പിലോട്ട് കയറ്റിക്കോട്ടെ, നമുക്ക് കടയിലോട്ട് ഒന്ന് പോയിട്ട് വരാം. പറഞ്ഞത് കേട്ടില്ലേ, എല്ലാം കയറ്റാൻ. ചുമ്മാ വായി നോക്കി നിൽക്കാത്തടാ. വലിയപ്പച്ചൻ വരുന്നോ? നമുക്കൊന്ന് മാർക്കറ്റ് വരെ പോയിട്ട് വരാം. പിന്നല്ലാതെ ഞാൻ വരണ്ടേ? ഞാനില്ലാതെ ഇവന്മാരോട് നിന്നെ പറഞ്ഞു വിടാനോ? അത് പറ്റത്തില്ല, ഞാനൊന്ന് വേഷം മാറി വരട്ടെ. അങ്ങനെ കുട്ടിച്ചായും പോയി വേഷം മാറി വരുന്നുണ്ട്. കൊണ്ടുവന്ന എല്ലാ സാധനങ്ങളും അലീന ഇവരെല്ലാവരെയും കൊണ്ട് വണ്ടിയിലേക്ക് തിരിച്ച് കയറ്റിക്കാട്ടോ. ഒട്ടും ഇഷ്ടമില്ലാതെ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് എല്ലാവരും സാധനങ്ങളെല്ലാം കൊണ്ട് തിരിച്ച് വണ്ടിയിലേക്ക് കയറ്റി വെക്കുകയാണ്. പോകുന്നതിന് മുന്നേ അലീന ഒന്നുകൂടെ ചോദിക്കണം, ആൻ്റെപ്പെട്ട എല്ലാ സാധനങ്ങളും വണ്ടിയിൽ കയറ്റിയോ? കയറ്റി കുഞ്ഞ്. എന്നാൽ ശരി, നിങ്ങൾക്ക് ഞാൻ അവസാനമായിട്ട് ഒരു അവസരം കൂടെ തരാം. സത്യം പറയാം, ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? അപ്പോൾ 3 പേരും പരസ്പരം നോക്കുകയാണ് കേട്ടോ. ശരി, ആർക്കൊന്നും പറയാനില്ല. എന്നാൽ പൗലോസ് ചേട്ടാ, അവസാനത്തെ ചാൻസാണ്, വിട്ടുകളയിൽ. എനിക്കൊന്നും പറയാനില്ല. ബാജു ചേട്ടാ, എന്നാൽ പിന്നെ വണ്ടി എടുത്തോ, പൗലോസ് ചേട്ടനെ കയറിക്കോ. നിൽക്ക്. നിങ്ങളുടെ എല്ലാവരുടെയും ഫോണിൽ തന്നെ, അത് കയ്യിലിരുന്നാൽ ശരിയാത്തില്ല. അത് ചിലപ്പോൾ ആരെങ്കിലും വിളിച്ച് മുന്നറിയിപ്പ് കൊടുക്കാനൊക്കെ തോന്നും. എന്തിനാണ് വെറുതെ ഫോണിങ്ങിതാ. അപ്പോൾ കുട്ടിച്ചായഞ്ച് പറയുന്നത്, എന്താടാ ഒരു മടി, നിൻ്റെയൊക്കെ ഫോൺ അങ്ങോട്ട് കൊടുക്കണം. അല്ല, അത് പിന്നെ ചുമ്മാ കണാ പറയല്ലേ, നീയൊക്കെ എൻ്റെ തനി കുണം കാണുവേ, കൊടുക്കടാ ഫോണ്. അങ്ങനെ അലീനയുടെ കയ്യിൽ എല്ലാവരുടെ ഫോണും കൊടുക്കാൻ കേട്ടോ. പെട്ടെന്ന് വണ്ടിയിലോട്ട് കയറിക്കും. അങ്ങോട്ട് കയറടാ അങ്ങോട്ട്. പൗലോസ് ആണെങ്കിലേ വല്ലാതെ തല ചൊറിഞ്ഞ് വല്ലാത്തൊരവസ്ഥയില്ല. അപ്പോൾ അപ്പച്ചൻ ചോദിക്കുന്നുണ്ട്, നേരത്തെ നല്ല നാക്കായിരുന്നല്ലോ, പോവാമെന്ന് പറഞ്ഞുകൊണ്ട്, ഇപ്പോൾ എന്നാ പറ്റിയടാ? വണ്ടിയിലോട്ട് കയറടാ അങ്ങോട്ട്. വാ അപ്പച്ച, നമുക്ക് പോവാം. അങ്ങനെ ബൈജുവാണ് വണ്ടി എടുക്കുന്നത്. തൊട്ടടുത്ത് അലീന കയറിയിരിപ്പോട്ട് ബാക്കി എല്ലാവരും കൂടെ പുറകെ. അപ്പച്ചൻ ദേഷ്യത്തോടെ ബൈജുവിനോട് പറയണം, വണ്ടി എടുക്കടാ. അങ്ങനെ നേരെ അങ്ങോട്ട് പോവാണ് കേട്ടോ. വണ്ടി സ്റ്റാർട്ട്. ആൻ്റപ്പനെ മാത്രമാണ് കൊണ്ടുപോകാത്തത്. ആൻ്റപ്പന് വല്ലാത്തൊരു വിഷമത്തോടു കൂടി അവിടെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ പോകുന്ന വഴിക്ക് അലീന ഗേറ്റ് കിടക്കുന്നതിന് മുന്നേ ഒരിക്കൽ കൂടെ ചോദിക്കണം, ഈ ഗേറ്റ് കിടക്കുന്നത് വരെ ഇതിനകത്തുള്ള സത്യാവസ്ഥ എന്താണെന്ന് ആർക്കെങ്കിലും പറയാം. ഗേറ്റ് കടന്നു കഴിഞ്ഞാൽ പിന്നെ ചോദ്യവും പറച്ചിലും ഒന്നുമില്ല. വെറുതെ നാണം കിടണോ വേണ്ടേ എന്ന് മാത്രം ആലോചിച്ച് നോക്കും. അപ്പോൾ അപ്പച്ചൻ പറഞ്ഞിട്ടുണ്ട്, മോളെ ഇനി ചോദ്യമൊന്നും വേണ്ട, നേരെ കടയിലേക്ക് പോക്കോ, ഇനി അവിടെ ഉള്ളൂ എന്നതാണേലും. അപ്പോൾ പുറകിലിരിക്കുന്ന നമ്മുടെ ബൈജുവും പൗലോസും കൂടെ ഭയങ്കരമായിട്ട് ചമ്മി നാറിയിരിക്കട്ടെ. ഇന്ന് എന്തുകൊണ്ടായാലും പിടിക്കപ്പെടും എന്നുള്ളത് ഉറപ്പാണ്. അങ്ങനെ ഇവർ നേരെ പ്രൊഫഷണൽ സ്റ്റോറിലേക്ക് എത്താണ് കേട്ടോ. ഇതാണ് ഇന്നത്തെ എപ്പിസോഡ്. ഡീറ്റെയിൽ എപ്പിസോഡുമായി വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്